സോണി FX3 ഒരു കോമ്പറ്റീഷൻ ഇല്ലാണ്ട് ഒരു മോണോപോളി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കാനൺ C50 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഇറക്കിയേക്കുന്നത്. സോ നല്ലൊരു ഇരട്ടത്തപ്പായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. പക്ഷേ ആ സമയത്താണ് തൊട്ടടുത്ത ദിവസം തന്നെ മോങ്ങാനിരുന്ന നായയുടെ തല തേങ്ങ വീണ അവസ്ഥ പോലെയാണ് നിക്കോൺ അവരുടെ റെഡുമായിട്ടുള്ള കൊളാബറേഷനിലെ ഫസ്റ്റ് ക്യാമറ നിക്കോൺ ZR എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കുന്നത്. സോ രണ്ടും വളരെ സോണിക്ക് നല്ല രീതിയിൽ പണിയെടുക്കുന്ന രീതിയിലുള്ള സ്പെക്കിലാണ് ഇറക്കിയേക്കുന്നത്. പക്ഷെ അതിന് അതിൻ്റെതായ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. ഇപ്പം ഓവറോൾ പറയുവാണെങ്കിൽ വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്ന ഒരു മോഡലും ഈ 3 മോഡൽസ് വെച്ച് നോക്കുമ്പോൾ നിക്കോൺ ZR ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം 1.86 ലാക്ക് ആണ് നിക്കോണിന്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് അവരുടെ പ്രൈസ് ചെയ്തേക്കുന്നത് നിക്കോൺ ZR-ന്. കാനോൺ വരുമ്പോൾ ഏകദേശം 3 lakhs വരുന്നുണ്ട് C50ക്ക്. സോണിയുടെ FX3 ആകുമ്പോൾ 3,99,000 സംതിങ് വരുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് വരുന്ന വിഷയം സോണിക്ക് വരുന്ന മെയിൻ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്റേണൽ റോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലാത്തൊരു നെഗറ്റീവ് തന്നെയാണ്. കാരണം എക്സ്റ്റേണൽ ഡിവൈസ് യൂസ് ചെയ്ത് മാത്രമേ അതിനകത്ത് റോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. പക്ഷേ കാനോൺ ആണെങ്കിലും നിക്കോൺ ആണെങ്കിലും ഇന്റേണൽ റോ റെക്കോർഡിംഗ് ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയായാലും കാനോണിന്റെ കാര്യത്തിൽ എടുത്ത് നോക്കിയാൽ കാനോണിനുള്ളൊരു മെയിൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ IBIS എന്ന് പറഞ്ഞൊരു സംഭവം ഇന്റേണലി അവർ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു നെഗറ്റീവ് എന്ന് വേണം പറയാം കോമ്പറ്റീഷനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഹൈ എൻഡ് ക്യാമറസിലോട്ട് നോക്കുമ്പോൾ ഈ IBIS എന്ന് പറഞ്ഞ സംഭവമേ അവരവിടെ ഉപയോഗിക്കത്തില്ല. കാരണം സ്റ്റെബിലൈസേഷൻ സാധനം അവിടെ യൂസ് ചെയ്തില്ല. റെഡിന്റെ ടോപ്പ് എൻഡ് മോഡൽസിലാണെങ്കിലും സോണി വീനസിലാണെങ്കിലും ആരി അലക്സയിലാണെങ്കിൽ പോലും ഇന്റേണൽ ബോഡി സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്തില്ല. സോ ഈ ഒരു ക്യാമറയിലോട്ട് വരുമ്പം കാനോൺ C50ക്ക് ഇന്റേണൽ ബോഡി സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നുള്ളതൊരു നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്. എനിവേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമന്റിൽ രേഖപ്പെടുത്തുക. ഈ 3 നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോഡൽ ഏതാണ് ആൻഡ് വൈ?